ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. IVF-ൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം കിട്ടുന്നത് വരെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് സത്യം, എന്തൊക്കെയാണ് വെറുതെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി ബെസ്റ്റ് ആക്കാനായിട്ട് നിങ്ങൾ ഈ 2 ആഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ ഈ 2 ആഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സയന്റിഫിക്കലി പ്രൂവൻ ആണ്. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ടിപ്സും കൂടിയാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ പറ്റിയും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വരെ കാണുക, കാരണം ഈ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു ബോണസ് ടിപ്പും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ എന്തായാലും റിസൾട്ട് പോസിറ്റീവ് ആകും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യവുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ, പോസിറ്റീവ് ആകാൻ ഉപയോഗിച്ച ടിപ്സ്, ഒരുപാട് പേർക്ക് അറിയാത്ത സയന്റിഫിക്കലി പ്രൂവൻ ആയ കാര്യങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ IVF-ലൂടെ കടന്നു പോകുന്ന എല്ലാവരും തന്നെ, അത് IVF ട്രീറ്റ്മെന്റ് എടുക്കുന്നവരായാലും IVF ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നവരായാലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്നവരായാലും ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തരം ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നവരായാലും പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരായാലും ഈ വീഡിയോ അവർക്കും കൂടി 100% യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു സൈനാണ് ക്രാമ്പിംഗ്, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു പെയിൻ. അപ്പോൾ ക്രാമ്പിംഗ് എന്നുള്ള കാര്യം വരുമ്പോൾ 2 കാര്യം ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ആദ്യത്തേതാണ് പീരീഡ്സിന് മുന്നോടിയായിട്ട് വരുന്ന പെയിൻ ആണെന്ന് ഓർക്കും, പീരീഡ്സ് ആകാനാണെന്ന് ടെൻഷൻ ആകും. നെക്സ്റ്റ് ഒരു കാര്യമാണ് ഇംപ്ലാന്റേഷൻ ക്രാമ്പിംഗ് ആണെന്ന് ചിന്തിക്കും. അപ്പോൾ ഈ ഒരു ക്രാമ്പിംഗ് നല്ലതാണെന്ന് ഓർക്കും. അപ്പോൾ പറഞ്ഞു വന്ന 2 കാര്യത്തിൽ ഒരു കാര്യം നല്ലതും മറ്റേത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. ക്രാമ്പിംഗ് ട്രാൻസ്ഫറിന് ശേഷവും അതുപോലെ തന്നെ ഓവം പിക്കപ്പിന് ശേഷവും ഉണ്ടാകും. അത് നോർമലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 4 വശത്തുനിന്നും ഒരുപാട് ഫ്ലൂയിഡ് ബിൽഡപ്പ് ആകുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് ഒരു ക്രാമ്പിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരുപാട് ക്രാമ്പിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അപ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ക്രാമ്പിംഗ് ബ്ലീഡിങ്ങിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ഡോക്ടറെ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യുക. ചെറുതായിട്ടുള്ള ക്രാമ്പിംഗ് മാത്രമേ ഉള്ളെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് ആണ് സ്പോട്ടിംഗ്, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ്. അപ്പോൾ സാധാരണയായിട്ട് ബ്ലീഡിങ് കണ്ടാൽ ഉടനെ എല്ലാവരും ഒരുപാട് തന്നെ പേടിക്കും. അബോർഷൻ ആണോ അതോ പീരീഡ്സ് ആകാനാണോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ചെറുതായിട്ടുള്ള സ്പോട്ടിംഗ് ഒരു 40% ആളുകൾക്കും IVF കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നുണ്ട്. അത് നോർമലാണ്. റിസർച്ചസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ടിംഗ് ഒരു നല്ല സൈൻ ആണെന്ന് തന്നെയാണ്. നല്ല സൈൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റഡീസിൽ തെളിഞ്ഞിരിക്കുന്നത്. അതായത് എംബ്രിയോ യൂട്രസിൽ പറ്റി പിടിക്കുമ്പോൾ ചെറിയ തോതിൽ ചിലവർക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. അതൊരു 7 ദിവസം തൊട്ട് 10 ദിവസത്തിനകം ആയിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിലോ ബ്ലീഡിങ്ങിന്റെ ഫ്രീക്വൻസി കൂടി വരുന്നുണ്ടെങ്കിലോ അതൊരു നല്ല സൈൻ അല്ല. തീർച്ചയായിട്ടും ഡോക്ടറെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ആണ് IVF-ന് ശേഷം സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാമോ എന്നുള്ള ഒരു കാര്യം. അതിപ്പോൾ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ ഇത്ര ആശ്ചര്യപ്പെടാനും ഒന്നും തന്നെ ഇല്ല.
കാരണം ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാമോ എന്ന ഡൗട്ട് വരുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ ഒരു കാര്യം സ്റ്റഡീസിൻ്റെ ബേസിസിൽ തന്നെ പറയാം. ഓസ്ട്രേലിയയിൽ ഒരു 5000 പേരിൽ റിസർച്ച് റീസെൻ്റ്ലി നടത്തി. അതിൽ പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് കൊണ്ട് ഇംപ്ലാന്റേഷനിൽ ഒരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകില്ലെന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു പേടിയുണ്ടെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ പ്രഗ്നൻസി നഷ്ടപ്പെടുമോ എന്ന് തോന്നൽ നമുക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനിയും നാലാമത്തെ ഒരു കാര്യമാണ് ബെഡ് റെസ്റ്റ് വേണോ എന്നുള്ളത്. ഒരുപാട് സ്റ്റഡീസിൽ തെളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബെഡ് റെസ്റ്റ് ചെയ്താൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഒരുപാട് നേരം കിടന്നാൽ ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതലും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് സെർനസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് എക്സേർഷൻ കൊണ്ടുവരുന്ന ഒരു വർക്കും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് ബെഡ് റെസ്റ്റ് ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ല. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നടക്കുന്നത് വരെ ഉറുമ്പനങ്ങുന്നത് പോലെ ആയിരിക്കും വയറിലൊക്കെ കൈവച്ച്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതവരുടെ മനസ്സിലെ പേടി കാരണമാണ്. പക്ഷേ നിങ്ങളൊന്ന് നടന്നെന്ന് വിചാരിച്ചോ, നിങ്ങളൊന്ന് ഇരുന്നെന്ന് വിചാരിച്ചോ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ IVF സക്സസിന് ഒരു ഇമ്പാക്റ്റും അത് ഉണ്ടാക്കില്ല. നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ അത് കാരണം കൊണ്ട് നടക്കാതിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് 100% സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ആണ് സ്ട്രെസ്സും IVF സക്സസും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന്. സ്ട്രെസ് എടുക്കുമ്പോൾ IVF സക്സസിന് എന്താണ് പ്രശ്നം വരുന്നത്? വല്ല കുഴപ്പം ഉണ്ടാവുമോ? ഒരുപാട് സ്റ്റഡീസിൽ റീസെന്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാകുന്നത് കൊണ്ട് IVF സക്സസിന് വലിയ മാറ്റം ഒന്നും ഉണ്ടാകില്ലെന്നാണ്. സ്ട്രെസ് കൂടിയാലും IVF സക്സസിന് അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കില്ലെന്നാണ്. അതുകൊണ്ട് എല്ലാവരും സ്ട്രെസ്സും ടെൻഷനും ഒന്നും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പക്ഷേ സ്ട്രെസ് എല്ലാവർക്കും തന്നെ ഈ ഒരു ഘട്ടത്തിൽ കാണും. എന്നാലും ഒരുപാട് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ എന്നോടോ ഒക്കെ സപ്പോർട്ട് മേടിക്കാവുന്നതാണ്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ സപ്പോർട്ട് സിസ്റ്റം തന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ, അതായത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ്, അത് പാട്ട് കേൾക്കുന്നതായാലും എന്തായാലും അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഒത്തിരി സ്ട്രെസ് എടുത്താലും നമുക്ക് ദൈവം തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് ലഭിക്കും. അതിന് സമയമുണ്ടെന്ന് മാത്രം. അപ്പോൾ സ്ട്രെസ് എടുത്തുകൊണ്ട് കാര്യം ഇല്ല എന്ന് അർത്ഥം. നെക്സ്റ്റ് ആണ് പ്രഗ്നൻസി ലൈക്ക് സിംറ്റംസ്. ബ്രസ്റ്റ് പെയിൻ, സെൻസിറ്റീവ് ബ്രസ്റ്റ്, നോസിയ, ഒരുപാട് തളർച്ച ഉണ്ടാവുന്നത്, ക്രാമ്പിംഗ്, ലൈറ്റ് സ്പോട്ടിംഗ്, ബാക്ക് പെയിൻ, ഹെഡ് ഏക്ക്, ലെഗ് പെയിൻ, ഇതൊക്കെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങളിൽ പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു സിംറ്റംസ് ആണ്. എല്ലാം ഇല്ലെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്ന പലർക്കും അനുഭവപ്പെടാം. ഈ സിംറ്റംസ് ഒക്കെ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്, നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് ഒക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു തോന്നലായിരിക്കും നമുക്ക് പ്രഗ്നൻസി ആയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അത് ഓർത്ത് കൂടുതൽ ടെൻഷൻ ആവാതിരിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റി പറയാം. റിസൾട്ട് 15 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. അത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. അതിനു മുമ്പ് തന്നെ ഒരു 5 തൊട്ട് 6 ദിവസം കഴിയുമ്പോൾ തൊട്ട് തന്നെ ചിലവരൊക്കെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡിൽ β-HCG ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പോകും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ അങ്ങനെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഗുണവും പ്രത്യേകിച്ച് കിട്ടാനില്ല, മറിച്ച് ദോഷമാണ് ഉണ്ടാകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ പോലും β-HCG ഡിറ്റക്ട് ആകില്ല. അപ്പൊ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ പോലും നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ ആകും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ കാം ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ മാത്രം β-HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് ബെസ്റ്റ്. നെക്സ്റ്റ് ഒരു കാര്യമാണ് HCG ലെവലും ട്വിൻസും തമ്മിലുള്ള ബന്ധം. HCG ലെവൽ നോക്കിയിട്ട് ട്വിൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടും കൂടിയാണ്. HCG ടെസ്റ്റ് 15 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഐഡിയലി 100ൻ്റെയൊക്കെ മേളിൽ വന്നാൽ അപ്പോൾ പ്രഗ്നൻസി കൺഫേം ആണ്. ഇനി 100ൻ്റെയൊക്കെ താഴെയാണ് വന്നതെങ്കിൽ അപ്പോഴും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 48 മണിക്കൂറിൽ വീണ്ടും ഒന്നുകൂടെ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡബിൾ ആകുവാണെങ്കിൽ നമ്മുടെ ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനിയും HCG ലെവൽ ഒരുപാട് ലോ ആണ് എങ്കിൽ നമ്മുടെ പ്രഗ്നൻസി നെഗറ്റീവ് ആണ്. ഇനിയും നിങ്ങളുടെ HCG ലെവൽ ഒരുപാട് ഹൈ ആണെങ്കിൽ ട്വിൻസ് ആകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാം. HCG ലെവൽ നിങ്ങളുടെ ഒരുപാട് ഹൈ ആണെങ്കിൽ, അതായത് 1000-ന് മേളിലൊക്കെ ആണെങ്കിൽ ട്വിൻസ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കൺഫേം ചെയ്യണമെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. പ്രഗ്നൻസി എല്ലാ ആളുകളും മോസ്റ്റ്ലി നമ്മുടെ ചാനൽ കാണുന്ന, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞെന്ന സ്വപ്നം എല്ലാവർക്കും വേണം.
കുഞ്ഞില്ലാത്തവരുടെ വേദന എത്രമാത്രം ആണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല. എനിക്ക് ഇപ്പോൾ നമ്മുടെ ചങ്ക് ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞും കേട്ടും അവരോട് കൂടുതൽ ഇടപെട്ടും ഒക്കെ അറിയാം. IVFൽ ഒരുപാട് ചിലവുണ്ട്. ഒപ്പം തന്നെ 1-2 മാസത്തെ ടൈം, അതുപോലെ ഇഞ്ചക്ഷൻ പെയിൻ, റിസൾട്ട് ഓർത്തുള്ള ആൻസൈറ്റി ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ നാച്ചുറൽ ആണ്. പക്ഷേ ഇതിനെ എല്ലാം നിങ്ങൾ വളരെ ലൈറ്റായിട്ട് തന്നെ കാണുക, ഒരുപാട് ഈസി ആയിട്ട് കാണുക, ഒരുപാട് നോർമലായിട്ട് കാണുക. മെഡിസിൻസ് റെഗുലർലി എടുക്കുക. ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കത് തരും. ആർക്കും തന്നെ ഈ ലോകത്ത് അത് തടയാൻ കഴിയില്ല. അപ്പം നിങ്ങൾ അത് മാത്രം വിശ്വസിക്കുക. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് അതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടിട്ട് അതുകൂടി ഒന്ന് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മുടെ പ്രഗ്നൻസി, നമ്മുടെ കുഞ്ഞിന് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ആ ഒരു സുന്ദരമായ നിമിഷം നേരുന്നു. എല്ലാവരെയും ദൈവം അതിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.